കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരമായി അതുപോലെ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും അങ്ങനെ വൈവിധ്യമാർന്ന കഥകൾ ഈ പരിപാടിയിലൂടെ കടന്നു വരുന്നു. ഇതിനോടകം തന്നെ അനേകം കഥകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒരു കഥ പറയാൻ പോവുകയാണ്. അപ്പോൾ കേട്ടുകൊള്ളുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കഥാമൃതം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു കഥയാണ്. ചെറിയൊരു കഥയാണ്. നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. അശോകൻ ഭാരതത്തിലെ മഹാനായ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു കുണാൽ. അയാൾ സൽ സ്വഭാവിയും പിതൃഭക്തനുമായിരുന്നു. പിതാവിൻ്റെ ഏതാജ്ഞയും അനുസരിച്ചിരുന്നു. ചക്രവർത്തിക്ക് തൻ്റെ മകൻ ജീവന് തുല്യമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ മാതാവ് മരിച്ചു. രാജാവിൻ്റെ പുത്രവാത്സല്യം കണ്ട് ഇളയ രാജ്ഞി അസൂയപ്പെട്ടിരുന്നു. എന്നാൽ ഈ ദുർചിന്ത രാജാവ് അറിഞ്ഞിരുന്നില്ല. ഇളയ രാജ്ഞിയുടെ പേര് തിഷി എന്നായിരുന്നു. രാജ്ഞി ഒരു ദിവസം രാജാവിനോട് പറഞ്ഞു, തക്ഷശിലയിൽ ഭരിക്കാൻ ആരുമില്ല. അവിടെ ജനങ്ങൾ ബഹളമുണ്ടാക്കുകയല്ലേ. കുമാരനെ നമുക്ക് അങ്ങോട്ട് അയച്ചാലോ? ആ അഭിപ്രായം രാജാവിന് ഇഷ്ടപ്പെട്ടു. രാജാവ് വളരെ നിഷ്കളങ്കനായിരുന്നു. അതുകൊണ്ട് തന്നെ കളങ്കമറിയാത്ത അദ്ദേഹം കുമാരനെ തക്ഷശിലയിൽ അയച്ചു. കുമാരൻ കേമനായിരുന്നു. കാരുണ്യമുള്ള വ്യക്തിയായിരുന്നു. നേതൃപാഠവുമുള്ള വ്യക്തിത്വമായിരുന്നു. രാജകുമാരൻ തൻ്റെ സ്നേഹം നിറഞ്ഞ സംഭാഷണത്താൽ ജനങ്ങളെ ശാന്തരാക്കി. ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആരാധിക്കാനും ഒക്കെ തുടങ്ങി. ഈ വാർത്ത കൊട്ടാരത്തിൽ അറിഞ്ഞു. രാജാവ് അതിയായി സന്തോഷിച്ചു. മറിച്ചായിരുന്നു രാജ്ഞിക്ക്. അവർ വളരെയേറെ ദുഃഖിച്ചു. രാവും പകലും അവരുടെ മനസ്സ് അസ്വസ്ഥത കൊണ്ട് നീറിപ്പുകഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. രാജാവിനെ രോഗം ബാധിച്ചു. രാജ്യത്തെ പല വൈദ്യന്മാരും ചികിത്സിച്ചു. രോഗം മാറിയില്ല. ഒടുവിൽ രാജ്ഞി തന്നെ ചികിത്സിക്കാൻ തുടങ്ങി. ക്രമേണ ചികിത്സ ഫലിച്ചു. രാജാവ് രോഗവിമുക്തനായി. രാജ്ഞി പ്രതിഫലമായി ഒരു ദിവസത്തെ രാജ്യഭരണം ആവശ്യപ്പെട്ടു. രാജാവ് ഒരു ദിവസത്തെ ഭരണം അനുവദിച്ചു. രാജ്ഞി തക്ഷശിലയിലെ മന്ത്രിക്ക് രാജാവിൻ്റെ പേരിൽ ഒരു കത്തയച്ചു. അതിൽ രാജകുമാരൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കണമെന്നും രാജ്യത്തിന് പുറത്താക്കണമെന്നും ഉപദേശിച്ചിരുന്നു. കത്ത് വായിച്ച് മന്ത്രി ആകെ അങ്കലാപ്പിലായി. അദ്ദേഹം വളരെ ദുഃഖിതനായി. കത്തിലെ ഉപദേശം അല്ലെങ്കിൽ ആ ആജ്ഞ പാലിക്കാൻ മന്ത്രി തയ്യാറായില്ല. ഈ വിവരം രാജകുമാരൻ അറിഞ്ഞു. അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു, താങ്കൾ രാജാവിൻ്റെ ആജ്ഞ പാലിക്കണം. മന്ത്രി പറഞ്ഞു, യുവരാജാവേ, ഞാൻ ഈ ക്രൂരകർമ്മം ചെയ്യില്ല. അദ്ദേഹം എന്നെ ശിക്ഷിക്കട്ടെ. ഞാൻ ഏത് ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാണ്. കുമാരൻ പറഞ്ഞു, എൻ്റെ കണ്ണുകൾ സ്വയം ചൂഴ്ന്നെടുക്കുവാൻ ഒരുക്കമാണ്. ഞാൻ അപ്രകാരം ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് രാജകുമാരൻ തൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. കുമാരൻ അന്ധനായി തീർന്നു. അദ്ദേഹം രാജകീയ വേഷം ഉപേക്ഷിച്ചു. ഇത് കണ്ട ജനങ്ങൾ കണ്ണീരണിഞ്ഞു. ചിലർ നിലവിളിച്ചു. അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ വേഷം ധരിച്ചു. പല ദേശങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനങ്ങളെ പാട്ടുപാടി കേൾപ്പിച്ചു. അവരിൽ നിന്ന് കിട്ടുന്ന നാണയം കൊണ്ട് നിത്യവൃത്തി കഴിച്ചു. കഷ്ടപ്പാടുകൾ സഹിച്ചു. അദ്ദേഹം രാജധാനിയിൽ എത്തി. അദ്ദേഹത്തിൻ്റെ കീർത്തി രാജ്യത്താകെ പരന്നു. വാർത്ത രാജാവിൻ്റെ കാതുകളിലും എത്തി. രാജാവ് ഗായകനെ കാണാനും പാട്ട് കേൾക്കാനും ആഗ്രഹിച്ചു. ഗായകനെ രാജധാനിയിൽ വിളിപ്പിച്ചു. കുമാരൻ പാട്ടുപാടി. ഗായകൻ്റെ സ്വരം കേട്ട രാജാവ് ഞെട്ടി. അത് തൻ്റെ മകൻ്റെ ശബ്ദം പോലെ തോന്നി.
അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഗായകൻ തൻ്റെ ചരിത്രം പറഞ്ഞു കേൾപ്പിച്ചു. ചക്രവർത്തി രാജ്ഞിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. എന്നാൽ കുമാരൻ്റെ അപേക്ഷ പ്രകാരം അദ്ദേഹം രാജ്ഞിയെ വെറുതെ വിട്ടു. ഇത്രയുമാണ് കഥ. സ്ഥാനമാനങ്ങൾ പലപ്പോഴും മനുഷ്യനെ വഴിതെറ്റിക്കാറുണ്ട്. സ്ഥാനമാനങ്ങൾ ലഭിച്ചാലോ അത് സംരക്ഷിക്കാൻ നോക്കും. ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് തൻ്റെ അധികാരവും സ്ഥാനവും മറ്റൊരാൾക്ക് പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ എതിരാളിയെ പകയോടെ വീക്ഷിക്കും. ചിലപ്പോൾ ഇവിടെ ഇളയരാജ്ഞിക്കും സംഭവിച്ചത് അതാണ്. രാജകുമാരൻ വളർന്നു വന്നാൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ഉത്കണ്ഠ. അപ്പോൾ സ്നേഹത്തിനുള്ള പ്രസക്തിയൊക്കെ നഷ്ടപ്പെടുകയാണ്. എപ്പോഴും ജീവൻ്റെ തുടിപ്പ് എവിടെയാണ് ഉണ്ടാകുന്നത്? സ്നേഹം ഉള്ളിടത്താണ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ ജീവൻ നമുക്ക് കാണാം, അല്ലെങ്കിൽ അവിടെ ജീവിതം നമുക്ക് കാണാം. അനുകമ്പ, അല്ലെങ്കിൽ ഒരു തെറ്റ് പൊറുക്കാനുള്ള ഒരു കഴിവ്, സഹാനുഭൂതി, അല്ലേ? മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനുള്ള കഴിവ്, സഹാനുഭൂതി, മറ്റൊരുവൻ്റെ വ്യക്തിത്വമായ താതാത്മ്യം നേടാനുള്ള ഒരു കഴിവ്, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന തത്വങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം പലപ്പോഴും അതിന് പിന്നോട്ടാണ്. നമ്മളെല്ലാം ജീവിക്കുന്നത് നമ്മുടേതായ കുമിളകൾക്ക് ഉള്ളിലാണ്. അതെപ്പോൾ വേണമെങ്കിലും പൊട്ടാം നമുക്ക്. പക്ഷേ ആ കുമിളകളൊക്കെ ഇഷ്ടമാണ്. നമ്മളൊരു നല്ല മനുഷ്യനാകുക എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യനാകുക എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അതിന് പിന്നിൽ വലിയൊരു പ്രയത്നമുണ്ട്. നമ്മെ തന്നെ അല്ലേ ഉടച്ചു വാർക്കുന്ന ഒരു പ്രയത്നമുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് പാർസികളുടെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. പാർസി സമൂഹമുണ്ടല്ലോ, അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം കഴുകന്മാർക്കോ കാക്കകൾക്കോ അങ്ങനെ പക്ഷികൾക്ക് കൊടുക്കാറുണ്ട്. അതൊരു നടന്നു വരുന്ന ഒരു ആചാരമാണ്, പഴയ ആചാരമാണ് ആ ഒരു സമൂഹത്തിൽ. അതായത് പ്രകൃതിക്ക് സമർപ്പിക്കുകയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് ശരീരം വെക്കുകയാണ്. അത് അവിടെ ശരീരം അഴുകുകയും ജനങ്ങൾ കഴുകന്മാരും മറ്റ് പക്ഷികളുമൊക്കെ വന്നത് ഭക്ഷണമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പ്രകൃതിയിൽ നിന്ന് വന്നത് പ്രകൃതിയിലോട്ട് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഒരു റീയൂസ്, അല്ലേ? ആ ഒരു മെക്കാനിസം ആയിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഒന്ന് ആലോചിച്ചാൽ അങ്ങനെയുണ്ട്, അല്ലേ? പ്രകൃതിക്ക് സമർപ്പിക്കുകയാണ്, പ്രകൃതിക്ക് ഭക്ഷണമാവുകയാണ്. നാം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. നാം പ്രകൃതിയിൽ നിന്ന് എടുത്തതെല്ലാം പ്രകൃതിക്ക് തന്നെ നൽകുകയാണ്. പ്രകൃതിയിലെ ജീവാണുക്കൾ നമ്മുടെ ശരീരത്ത്, അല്ലേ, കയറി പ്രവേശിക്കുകയും അതിനെ ഭക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു, ഞാൻ ആലോചിക്കുമ്പോൾ ഒരു വലിയൊരു തത്വം തന്നെയുണ്ട്. നാം ഒന്നുമല്ല ഈ ഭൂമിയിൽ നിന്ന് വന്ന് ഈ ഭൂമിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. വളരെ നശ്വരമാണ് നമ്മൾ എന്നൊക്കെയുള്ള, അല്ലേ, എത്രമാത്രം മഹത്തായ ഒരു സങ്കല്പം തന്നെ അതിനകത്തുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതെല്ലാം ഇവിടെ തന്നെ നമ്മൾ കൊടുക്കാനുള്ളതാണ്. നാം തന്നെ ഈ ലോകത്തിന് സമർപ്പിക്കാനുള്ളതാണ്. ഞാൻ ഈ കഥ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇതും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തതാണ്. ഈ കഥയിൽ ഇളയരാജ്ഞി താൻ എന്നൊരു ഭാവത്തിൽ നിൽക്കുകയാണ്. തൻ്റെ അധികാരം, തൻ്റെ ഭർത്താവിൻ്റെ മേൽ തനിക്കുള്ള ഒരു പെണ്ണധികാരം, തൻ്റെ ഭർത്താവിനുള്ളതെല്ലാം തനിക്കുള്ളതാണ് എന്നൊക്കെയുള്ളൊരു അഹംഭാവം അവർക്കുണ്ട്. അതാണ് അവരെ കൊണ്ട് ആ ക്രൂരകൃത്യം ചെയ്യിപ്പിക്കുന്നത്. മനുഷ്യർക്കെല്ലാം അങ്ങനെ അഹംഭാവത്തിലാണ്. ഒന്നും കൊടുക്കാതിരിക്കുക, മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതിരിക്കുക, എല്ലാം കീഴടക്കി വെക്കുക എന്നൊക്കെയുള്ള, അല്ലേ? എന്താണ് നമ്മൾ കീഴടക്കി വെക്കാനുള്ളത്? എന്താണ് നമ്മൾ അടക്കി വെക്കാനുള്ളത്? നമുക്കൊന്നുമില്ല, അല്ലേ? ശരീരം പോലും നശ്വരമാണ്. ആ ഒരു അടിസ്ഥാന പാഠമാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രകൃതിയും സംരക്ഷിക്കുക എന്നൊരു കർത്തവ്യം കൂടി അതിനകത്തുണ്ട്. ഒരു പുണ്യാത്മാവായാലും ഒരു പാപിയായാലും ഒരു പണക്കാരനായാലും ഒരു പാവപ്പെട്ടവനായാലും ഒരു രാജാവായാലും ഒരു സാധാരണ പൗരനായാലും പട്ടിണിക്കാരനായാലും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് തടിച്ചു കൊഴുത്ത ഒരാളായാലും എല്ലാവരും
ശ്വസിക്കുന്നത് ഒരു വായുവാണ്. അപ്പോൾ നാം എന്ന് പറഞ്ഞാൽ ഈ സമൂഹം കൂടിയാണ് എന്നുള്ളൊരു അടിസ്ഥാന തത്വം കൂടിയുണ്ട്. അതാണ് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു കഥയും കുറച്ച് ചിന്തകളുമൊക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. തൽക്കാലം വിടവാങ്ങുന്നു. ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.